പാചകം എപ്പോഴും ഒരു കലയാണ്. ആ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വെറൈറ്റി എപ്പോഴും നമ്മള് അല്ലേ സമൂസ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടോ. സ്പെഷ്യൽ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സേബ? ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അല്ലേ? എന്താ ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാരും ചോദിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നായിട്ട് എന്താണ് ബുഗുല അല്ല, തേങ്ങ ഒന്നും ഇല്ലല്ലോ, നോക്കിയതാണ്. ഇവിടെ താഴ്ത്താണ് ഇരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ എന്റെ തള്ളു കേട്ട് ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു സേബ? അതന്നെ, നമ്മളെ ഈ പെരുന്നാള് നോമ്പ് തുടങ്ങിയതിന് ശേഷം കുറെ ആൾക്കാരുടെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പൊ റെസിപ്പി ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ അവർക്ക്, എങ്ങനെ ഉണ്ടാക്കുക നമ്മുടെ സമൂസ എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഇമ്മയും കൂടി ഇമ്മന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് പറഞ്ഞത്. സ്പെഷ്യൽ റെസിപ്പി അല്ല, ഇമ്മന്റെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോ എന്താ അറിയില്ല. ഞാൻ പറഞ്ഞോളാം, അതായത് പറ്റൂല ഞാൻ പറഞ്ഞോളാം. അയ്യേ, ചിക്കൻ സമൂസ. അതായത് ഇമ്മന്റെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എന്താണെന്നറിയില്ല. അത് ഇനിയിപ്പോ ഇമ്മ ഉണ്ടാക്കിയിട്ട് കൊളായി പോണതിനെ കൊണ്ട് ടേസ്റ്റ് ആയി തോന്നുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അത് നമ്മൾ എങ്ങനെയാന്നൊന്ന് കാണിച്ചു തരാം അല്ലേ സൈബ? അപ്പൊ ഉണ്ടാവുന്ന ഫണ്ണും നിങ്ങൾക്ക് കാണാം അല്ലേ? ഇമ്മയും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂസ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടോ. സമൂസ വീഡിയോ എടുക്കുന്നുണ്ട്. അടിക്കരുത്. സമൂസ ഉണ്ടാക്കി തരുമോ? അപ്പൊ സൈബ ഉമ്മനെ പരിചയപ്പെടുത്തി കൊടുക്ക്. ഇതാണ് നമ്മളെ ഇമ്മ. ഇമ്മന്റെ പേരാണ് ഫാത്തിമ. ഒരു ഹായ് വിളിക്കും. ഹായ് പറയൂ. ഓക്കെ, അപ്പൊ ഇന്ന് ഉമ്മച്ചേ ഒന്ന് നമ്മുടെ ഓഡിയൻസിന് നിങ്ങളെ സമൂസ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ടാക്കാൻ പോവാ. അതാ ഉമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നോമ്പ് എന്നെ കാണിക്കണ്ട, കാരണം ഞാൻ ഈ വീഡിയോ കാണുമ്പോ ഞാൻ ഇന്നത്തെ കണ്ടിട്ട് ഓക്കെ. അതിനു മുന്നേ നമ്മൾ അടുക്കള ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങും. ഇവിടെ കുറച്ച് ജെയിംസ് ബോണ്ടിന് പോലും ഇല്ലാത്ത കുറച്ച് ടെക്നിക്കുകൾ ഇവിടെ ഉണ്ട്. ശരിക്ക് നമ്മള് ഏതൊരു ഇവിടെയാണ് ഉമ്മ വർക്ക് ഏരിയ അല്ലെ? ഇതിന് വർക്ക് ഏരിയ എന്നല്ല പറയാ. ഈ വർക്ക് ഏരിയയില് ശരിക്കും ഒരു വീടിന് ഒരു എഞ്ചിനീയർ വേണം എന്ന് പറയുന്നതും ആ എഞ്ചിനീയറിന്റെ കഴിവാണ് ആ വീട് എന്നൊക്കെ പറഞ്ഞതിനൊക്കെ മെയിൻ കാര്യം ഞാൻ കാണിച്ചതാ. ഈ വിൻഡോ കണ്ടില്ലേ? ഇതിനൊരു പ്രത്യേക സെറ്റപ്പ് ഉണ്ട്. അതായത് കള്ളന്മാര് വന്നാൽ തുറക്കാൻ പറ്റില്ല. എങ്ങനെ അറിയാം? കള്ളന്മാര് ചമ്മി പോവുള്ളൂ നമ്മൾ ഇത് തുറക്കാൻ ഉദ്ദേശിച്ച ക്രമീകരിച്ച് സെറ്റ് ചെയ്ത് വെച്ചില്ല. അതെങ്ങനെയാ കാണിച്ചത് കണ്ടില്ലേ? ഈ വിൻഡോ കണ്ടില്ലേ? ഈ വിൻഡോ നമുക്ക് തുറക്കാൻ പറ്റില്ല. എന്താ കാര്യം അറിയുമോ? കാണിച്ച തുറക്കരുത് വിചാരിച്ചിട്ട് പുറത്തു കൂടെ ഈ കോയില് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. തുറക്കാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാ കള്ളന്മാരും വന്നിട്ട് ഇത് തുറക്കാൻ നോക്കി ചമ്മി പോവുള്ളൂ. വാ, നമുക്ക് സമൂസയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇമ്മതിലേക്ക് ഇടാൻ പോകുന്ന സാധനങ്ങൾ പരിചയപ്പെടാം. വാ ഒറ്റ മിനിറ്റ് നിങ്ങൾ ആ ചട്ടക്ക് എടുത്ത് അടിക്കരുത് കേട്ടോ. ഒറ്റ മിനിറ്റ്. ഇമ്മതെവിടെപ്പതാ ഇത്തിരി എണ്ണ, വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ വെച്ചിട്ട് പാത്രത്തിൽ ഇങ്ങനെ സുന കത്തിച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ എല്ലാരും പറഞ്ഞ മാതിരി. പിന്നെ കുറച്ച് ഉള്ളിണ്ട്, ഇഞ്ചി. സൈവ പറഞ്ഞു കൊടുത്തേ. ഇഞ്ചി, വെങ്കായം, പച്ചമുളക്, കറിവേപ്പിന്റെ ഇല. പച്ചമുളക് ഇല്ലല്ലോ? പച്ചമുളക് ഉണ്ട്. ഇത് കറിവേപ്പിന്റെ ഇല, ഇത് പൊതിനല്ലേ? ചപ്പും പൊതിന്. ഓക്കെ, അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ സമൂസായി. കാണിച്ചു. ഉള്ളി ഇടുന്ന്
പറഞ്ഞെടുക്ക എന്തെങ്കിലുമൊക്കെ ഉള്ളിട്ടിട്ട് നിങ്ങൾ പറഞ്ഞെടുത്താൽ മതിയല്ലോ. അല്ല നിങ്ങൾ പറയും നിങ്ങളെ പറഞ്ഞെടുക്കാൻ അതിൽ നമ്മള് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഉള്ളി എല്ലാം ഒപ്പരിടണം. എല്ലാം ഇതൊക്കെ എല്ലോ എല്ലാരും കണ്ടോളൂ. പച്ചമുളക് ഉണ്ട് ഇതിട്ടാ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞത്. നമുക്ക് അധികം ഇത് പറ്റൂല, എരിവ് പറ്റൂല. പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടി പാകത്തിന് പച്ചമുളക് കടിക്കാക്കാൻ വേണ്ടിട്ടാ തോന്നുന്നില്ല അമ്മ ചെറുതാക്കിട്ട്. വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുമോ? ഉള്ളി നല്ല നേരിയതായിട്ട് അരിയണം. എത്രയും നേരിയതായിട്ട് അരിഞ്ഞ അത്രയും നല്ലതാ. എന്നിട്ട് നിങ്ങൾ നല്ല ഉണ്ടപത്രവും അതിനാണല്ലോ അരിഞ്ഞിട്ടുള്ളത്. അത് വേറിട്ട് വെയിറ്റാ. അതെ, പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കണം ആദ്യം. എന്നിട്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇറച്ചിക്കേക്കിൽ ഇട്ട മാതിരി ഇടരുത്. ഉപ്പ് ഇട്ടിട്ടോ കുറച്ച്. ഇത് പറഞ്ഞു കൊടുക്കട്ടെ സൈബ. പാകത്തിന് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നല്ലോണം വഴറ്റിയല്ലേ. പറയാനുണ്ട്, ആയിക്കോട്ടെ. നാളല്ല, മറ്റന്നാള് വീഡിയോ വരും. ഇപ്പൊ നമ്മൾ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. എന്താണ് സാധനം? എന്താണ്? അതെ, നിങ്ങൾ ആരും പോയി കാണരുത്. എന്നെ സൈബ കൂട്ടിയില്ലേ വീഡിയോയില്. ഞാനെന്നെ സമൂസ ഉണ്ടാക്കണ സന്തോഷിച്ചു. സമൂസ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ അത് ഇന്ന് നമ്മ കുക്കിംഗ് വീഡിയോ ആക്കട്ടെ സമൂസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. കാരണം ഞാൻ വിചാരിച്ച് അത് ഇതിലെ കടന്നു പോക്കട്ടെ. എന്താണ് എന്തോടുത്ത് ഉമ്മന്റെ ട്രിക്ക് വേറൊരു അതാണ്. ശരിക്ക് ഇത് നോർമൽ സമൂസ ഉണ്ടാക്കുന്ന മാതിരിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വളരെ വ്യത്യസ്തമായിട്ടാണ്, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പീസ് അതിലിടുന്നുണ്ട്, സ്പെഷ്യൽ കൂട്ടുകളുണ്ട് അല്ലെ, സ്പെഷ്യൽ കറിക്കൂട്ടുകൾ ഇടാനുണ്ട്. അപ്പൊ ആ കറിക്കൂട്ടുകൾ നിങ്ങൾക്കും നമ്മൾ പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെ ബേസിക് സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പറയിപ്പിച്ചങ്ങള് ആൾക്കാരെ കൊണ്ട് അരിഞ്ഞ് ഒഴിവാക്കേണ്ടി. അയ്യേ, അതാണ് നമ്മള് വിചാരിച്ച വലിയ പ്രത്യേകത ഉള്ള എന്തോ ആണ്. അതല്ല ഞാൻ നിങ്ങളെ ആയിക്കോളും എന്ന് വിചാരിച്ച് സന്തോഷിച്ച് സമൂസ ഉണ്ടാക്കണതേ. അപ്പൊ നോക്കുമ്പോ എനിക്ക് തന്നെ പണി. അപ്പൊ നിങ്ങൾ കുക്കിംഗ് വീഡിയോക്ക് വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾ പറഞ്ഞായിരുന്നു, അതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ സൈബ അവസാനം പറയും ഇങ്ങോട്ട്. അതല്ല, കരി അല്പം കൂടി, ഉപ്പ് അല്പം കൂടി, എരിവ് അല്പം കൂടി. വേറൊന്നുണ്ട്, ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ സമൂസന്റെ 3 കോഡ് ഉണ്ടാവില്ല. 2 or 1 ഓരോ. ഇല്ലുമിനാറ്റി സമൂസയാണ്. വെറും സമൂസ അല്ല, ഇല്ലുമിനാറ്റി ഉമ്മ സ്പെഷ്യൽ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അതെ, താളി ഇങ്ങനെ ആയാൽ മതി. താളിയോ? അപ്പൊ നമ്മള് സമൂസ അല്ല ഉണ്ടാക്കുന്നത്. അല്ല, ഉള്ളി കടിക്കാഞ്ഞാ മതി, അതിനാണ്. എന്നിട്ട് ഇതൊക്കെ ഇത് എന്തൊക്കെയാണ്? ചിക്കൻ മസാല, ഇത് കറി മസാലയും മഞ്ഞപ്പൊടി, ബിരിയാണി മസാലയും ഗരം മസാലയും മഞ്ഞപ്പൊടി, ബിരിയാണി മസാലയും മഞ്ഞപ്പൊടി. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കും നിങ്ങള്? അതന്നെ, മഞ്ഞപ്പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല. അതൊക്കെ എത്ര അളവിലിടണം? അതൊക്കെ ഒരു പാകത്തിന് എല്ലാം പാകത്തിന് ഇട്ടാ. അപ്പൊ ആ ഉള്ളി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ മിസ്കിയിൽ ഇട്ടിട്ടുള്ള നല്ല പൊടിച്ച ചിക്കൻ. ചിക്കൻ വേവിച്ചിട്ട് ചിക്കൻ പൊരിച്ചിട്ട് എന്തിനൊക്കെ ഇട്ടിട്ട് വേവിക്കണ്ടേ? ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് പൊടിച്ചു വെച്ചിട്ടുണ്ടാവും. പൊരിക്കല്ല, പൊടിച്ചത് പൊരിച്ചിട്ട് പൊടിക്കുക. പൊരിച്ചിട്ട് പൊടിക്കണം, കുറച്ചൊന്ന് പൊരിക്കുക, എന്നിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് ധൈര്യം കിട്ടുക. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അല്ലേ ശിവ? അതെ, നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കാനായിട്ടുള്ള അതിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന എന്താ പറയാ, തൊലി, സ്കിന്ന്. അതെ, അതായത് നമ്മളെ മറ്റേ പുറമേ ഉള്ള ഭാഗം. അതെ, ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഒരു നുള്ള് മൈദ, ഒരു നുള്ള്
എത്ര ഈ പറഞ്ഞോട്ടെ ഉണ്ടാക്കിയത് ഇത്രയും തീരും ലാസ്റ്റ് കമന്റിന് വരും ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു നുള്ള് അരിപ്പൊടി ദയവ് ചെയ്തിട്ട് എന്താണ് എന്താണ് എത്ര വേണ്ടി പറഞ്ഞു കൊടുക്കി? മൈദ ഒരു കപ്പ് മൈദ ഇടുന്ന അതിലേക്ക് ഒരു സ്പൂണ് 2 സ്പൂൺ ആട്ടപ്പൊടി ഇടുക. അതിനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആയില്ല തുറക്കി. എന്നിട്ട് ഇതിപ്പോ അത് ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിക്കാം. നേരെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ പഠിച്ചല്ലോ. നാളെ മുതൽ റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ. പക്ഷെ അടിയിൽ ഓട്ടുണ്ട്. ശ്രീകുട്ട പുട്ട് വേണോ? അതൊക്കെ മതിയോ? കണ്ടോ, അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്താ. ആദ്യം ഇങ്ങനെ ആക്കാം, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം. അടിയിൽ ഓട്ടുണ്ടോ? ഓട്ടില്ല. നാലാക്കി മുറിക്കണം കേട്ടോ. കണ്ടോ, ഒരു പത്തിരി പത്തിരി നാലാക്കി മുറിക്കണം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി സാധനം സെറ്റ് ചെയ്യാം, സ്റ്റഫ് ചെയ്യാം. നല്ലോണം സ്റ്റഫ് ചെയ്യണം. നല്ലോണം സ്റ്റഫ് ചെയ്യാം. ഓരോരുത്തരും ഇട്ടിട്ട് ഇറക്കി കൊടുക്കാം. അതെ, ഞാൻ കാണിച്ചതാ സമൂസ കാണിച്ചതാ. ഇല്ല, അതങ്ങനെ തന്നെ. അത് അങ്ങനല്ല, പൊരിച്ച് ഒന്നിന് കാണിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള നോമ്പിന് ഇല്ല, പൊരിച്ച് വരുമ്പോത്തിന് ഇത് സെറ്റ് ആവും. സെറ്റ്. അതായത് സമൂസ കണ്ടില്ലേ? ഇതിനാണല്ലോ കറക്റ്റ് ലെമനാറ്റി സമൂസ. നടുവിലൊരു കണ്ണൊക്കെ ഉണ്ട്. അല്ല, ഇത് കണ്ടോ, ഇതെന്താന്ന് എനിക്ക് തോന്നുന്നു ഇല്ലൂമിനാറ്റി അല്ലത്. കണ്ണത്താക്കല്ല, അവിടെ കടങ്ങിക്കോ. അടങ്ങിക്കോ. ഈ കുട്ടി എന്താണ് ഇങ്ങനെ? അടങ്ങിക്കോ. നിക്കൂ. ഇല്ല. അപ്പൊ ഒരു സമൂസ. ഇനി അടുത്തത് ഉമ്മ ഉണ്ടാക്കും. ഉമ്മ, ഒരു സമൂസ നിങ്ങൾ ഉണ്ടാക്കും. ഉമ്മന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ആക്കട്ടോ. എന്നിട്ട് അയവ, എന്നിട്ട് കുറച്ച് സാധനം എടുക്കുക. തീനെടുക്കുക, സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. തീനെടുക്കുക, സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഉള്ളു. എന്നിട്ട് അത് വെക്കുക, ഇങ്ങനെ ആക്കുക. സ്കിന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കല്ലേ അമ്മ? വാങ്ങാനും കിട്ടും. ഇതാണ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊരിയ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് എന്തായാലും രുചിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തായാലും പറയാനുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് പൊരിച്ചു നോക്കാം എങ്ങനെയുണ്ട്. പൊരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഭംഗി എന്നൊക്കെ നമുക്ക് കാണാം. പൊരിക്കല്ലമ്മ എന്തോ ആയാലും അത് സൺഫ്ലവർ. അത് വെളിച്ചെണ്ണോണ്ട് ഒഴിച്ചാലും പറ്റില്ല. വെളിച്ചെണ്ണ ഇങ്ങനെ ഇതാവും, കാറും വേഗം. കാറല്ല, വെളിച്ചെണ്ണ വേഗം കഴിഞ്ഞ മാതിരിയാവും. അപ്പൊ സൺഫ്ലവർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സൺഫ്ലവർ എന്നല്ല, ഓയിൽ ഏതായാലും മതി. ഓയിലായാൽ മതി. സൺഫ്ലവർ ആണ് അതിന്റെ ഒരു ഇത് ഉണ്ടാവുക. ഇതിന്റെ ഒരു ഇത് കിട്ടുക. നല്ല സൺഫ്ലവർ തന്നെ യൂസ് ചെയ്യണം. സമൂസ മുങ്ങണ സൈസിൽ ഓയിൽ ഒഴിക്കുക. പതുക്കെ ഇട്ടാണ്. അപ്പൊ ആദ്യം നമ്മുടെ നോർമൽ സമൂസയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോണത്. ഇല്ല, ഇനി അടുത്തത് നമ്മുടെ സ്പെഷ്യൽ സമൂസ. നോർമൽ സമൂസ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് സ്പെഷ്യൽ സമൂസ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോറിൻ്റെ ഇല്ലേ? ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സമൂസ ഇവിടെ സെറ്റായിരിക്കുകയാണ്. മറ്റുള്ള സമൂസ ആയിട്ടില്ല. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് ഇത്രയും കൂടി ഇത് ചൂടാറി കഴിഞ്ഞാൽ രതീഷ് ടൈപ്പ് ആയിരിക്കും, ഇങ്ങനെ കൊഞ്ഞിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല. പക്ഷെ വായിൽ വെള്ളം വരുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ സമൂസ. വായ വീണോയി, അതങ്ങനെയാണ്, ഇങ്ങനെ പിടിക്കണം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സമൂസ എങ്ങനെ ഉണ്ടെന്ന് സേബിനെ വെച്ച് നോക്കാം. സേബ, അല്ല ഇതിപ്പോ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അല്ലേ പ്രാച്ചിയെ? അപ്പൊ ഇത് നമ്മൾ സേബിനെ കൊണ്ടൊന്ന് തന്നിപ്പിച്ചോക്കാം. സേബ കാണിച്ചു കൊടുത്തേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ട എന്തിന്റെ മാതിരി എനിക്ക് തോന്നുന്നേ?
കണ്ടാല് പ്രാരത്തിന്റെ മേൽ. പ്രേതത്തിന്റെ മൈ കഴിച്ചു അല്ല, ഞാന് റോഷന്റെ മേൽ. ഞാന് റോഷന്റെ വായ കടിക്കാൻ പോവാണ്. തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ പോലെയാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടേസ്റ്റ് ആണോ? എന്ത് സ്പെഷ്യൽ ടേസ്റ്റ്. ആ കണ്ണൊക്കെ ഈ ആദ്യം തിന്നല്ലോ. കണ്ണൊക്കെ തിന്നിരിക്കുകയാണ് സൈബ. ദാ ഒരു പീസ് കൂടി കടിക്കും. ഇതൊക്കെ ആശയ നമ്മൾ എത്ര നേരം ഇനി വെയിറ്റ് ചെയ്യണടാ? വെയിറ്റ് ചെയ്യണം കുറേ നേരം. തിന്നു നോക്കിയേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ? റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അതങ്ങോട്ട് ഫിനിഷ് ആക്കി. അപ്പം ഒരു കാര്യം പറയാൻ മറന്നു റാഷേ. ഇപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? എന്താണ്? നമ്മുടെ ഭൂമിയിലെ മാലാഖമാര്, അതായത് നമ്മുടെ നേഴ്സുമാര്, നമ്മുടെ എന്താ പറയാ എല്ലാം ശരിക്കും അവരാണ് റിയൽ ഹീറോസ് അല്ലേ? അപ്പം ഒരു ഭയവും ഇല്ലാതെ ഈ നമ്മുടെ കോവിഡ് രോഗികളൊക്കെ, ഈ കോവിഡ് സിറ്റുവേഷനിൽ കോവിഡ് രോഗികളൊക്കെ ചികിത്സിക്കുന്ന, അവരെ കൂടെ നിൽക്കുന്ന, പരിചരിക്കുന്ന ഒക്കെ ആയിട്ടുള്ള എല്ലാം നമ്മുടെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് അവര്. എല്ലാം നമ്മുടെ നേഴ്സുമാർക്കും ഹാപ്പി നേഴ്സ് ഡേ. ഇന്ന് നിങ്ങളെ ദിവസമാണ്. പൊളിക്ക അത് തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ കേട്ടോ. അതേപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും എത്തിക്കുക. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.